ഈശോയുടെ തിരുമുഖത്തെ ആരാധിക്കുന്ന ആരാധനയിലേക്ക്, ഈശോയുടെ തിരുവചനത്തെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ആരാധനയിലേക്ക് ഇന്നേ ദിവസം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സജീവമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, ഈശോയുടെ തിരുവചനങ്ങളിലെ ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ ആരാധനയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 8-ാം വാക്യം അത് ഇപ്രകാരമാണ്: ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വില ഉള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. വചനത്തിലൂടെ പൗലോസ്ലീഹ പറയുകയാണ്, യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഈശോയെ പറ്റിയുള്ള ജ്ഞാനം അത് കൂടുതൽ വിലയുള്ളതായി പൗലോസ്ലീഹ കരുതുകയാണ്. നമ്മൾ പലതും അറിയുവാൻ വേണ്ടി, നേടുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടത്, ജ്ഞാനമുണ്ടായിരിക്കേണ്ടത് ഈശോയെ പറ്റിയായിരിക്കണം. ഈശോയുടെ സ്നേഹം, ഈശോയുടെ സാന്നിധ്യം, ഈശോയുടെ പ്രവൃത്തിയുടെ ശക്തി, ഈശോയുടെ സജീവമായ സാന്നിധ്യം, അങ്ങനെ ഈശോയുടെ കരുണ, ഇതിനെപ്പറ്റിയെല്ലാം നല്ല ഉറച്ച ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ആ ജ്ഞാനം കിട്ടുവാൻ വേണ്ടി നമ്മൾ ഓരോ നിമിഷവും അധ്വാനിക്കണം. വിശുദ്ധ കുർബാനയിൽ നമ്മളെപ്പോഴും പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ നാവിലേക്ക് എഴുന്നള്ളി വരുന്ന ഈ അപ്പത്തിൻ്റെ രൂപത്തിലുള്ള ഈശോയുടെ സജീവമായ സാന്നിധ്യത്തെ പറ്റിയുള്ള ജ്ഞാനം, അറിവ് നമുക്ക് ലഭിക്കണം. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഗാനത്തിന് ഇരടിയോട് ചേർന്ന് നിന്നുകൊണ്ട്, ആലപിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയെപ്പറ്റിയുള്ള ജ്ഞാനം, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ജ്ഞാനം, അങ്ങയുടെ കരുണയുടെ ജ്ഞാനം, വാത്സല്യത്തിൻ്റെ ജ്ഞാനം, രക്ഷയുടെ ജ്ഞാനം, അങ്ങയുടെ പീഡാസഹനങ്ങളെ പറ്റിയുള്ള ജ്ഞാനം, വിശുദ്ധ കുരിശിലെ അങ്ങയുടെ മരണത്തെ പറ്റിയുള്ള ജ്ഞാനം, അങ്ങയുടെ രക്ഷയുടെ അനുഭവങ്ങളെ പറ്റിയുള്ള ജ്ഞാനം, സ്വർഗത്തെ പറ്റിയുള്ള ജ്ഞാനം, നിത്യജീവിതത്തെ പറ്റിയുള്ള ജ്ഞാനം കർത്താവേ നൽകണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് പാടി അപേക്ഷിക്കാം. ദൈവമേ നിൻ
സ്നേഹിക്കേണ്ട ഈ വചനം ഇത് തന്നെയാണ്. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളവയാകിയാൽ സർവവും നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. നിറഞ്ഞവരെ, ഇന്ന് രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഈ വചനം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്താണ്? ഈശോയെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ഇതാണ്. മറ്റെല്ലാ ജ്ഞാനങ്ങളെക്കാൾ അധികം ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് ഈശോയെ പറ്റിയുള്ള ജ്ഞാനമാണ്. ഈശോയെ അറിയുക. മറ്റെല്ലാം ഞാൻ നഷ്ടമായി കരുതുന്നു, നഷ്ടപ്പെടുത്തുന്നു, ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്. അങ്ങനെ നഷ്ടമായി മറ്റെല്ലാം നമുക്ക് പരിഗണിക്കാം. നമുക്ക് ഒന്ന് മാത്രമേ പരിഗണിക്കേണ്ടതായിട്ടുള്ളൂ. നാളത്തെ ദിവസത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട കാര്യം ഇതാണ്: ഈശോയെ കൂടുതലായിട്ട് അറിയണം. ഈശോയെ കൂടുതലായി അറിയണം. വചനം വായിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ച് അവരുടെ ജീവിതത്തിലൂടെയൊക്കെ കടന്നുപോയി പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയ ആ വെളിപാടുകളൊക്കെ മനസ്സിലാക്കി ഈശോയുടെ വചനം വായിച്ച് പഠിച്ച് ഒക്കെ ഈശോ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചൊക്കെ ഈശോയെ പറ്റി അറിയാം. മറ്റെല്ലാം നഷ്ടമായി കണക്കാക്കുവാൻ നമുക്ക് സാധിക്കണം. നാളത്തെ ദിവസത്തിൽ കൂടുതൽ നമ്മൾ അധ്വാനിക്കേണ്ടത് ഈശോയെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈശോയെ അങ്ങേ അറിയുവാനുള്ള വഴികൾ എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകളടച്ച് ഇരുകരങ്ങളും ഹൃദയത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,
ഈശോ.